അപ്പോൾ ഞങ്ങൾ പണിക്ക് പോയിട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കുക. നമ്മളെ വീട്ടിൽ പൂക്കളിടുന്നതൊക്കെ അമ്മയും, അതിൽ ഞങ്ങൾക്ക് ഒരു കുറവുമില്ല പറയാൻ. ചന്ദനമണി സൂര്യൻ വരുന്നുണ്ട്, വലിയ തടിയാണ്. ഹായ്, അപ്പം ഞങ്ങളിതാ സഞ്ചിയും ഇതൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ ടീമൊക്കെ ഉണ്ട്. അവരിതാ മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ പോയിണ്, ഒരു സ്ഥലം വരെ പോയിണ്. അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. കാരണം ഓണം ഇങ്ങോട്ട് അടുത്തില്ലേ, ഓണത്തിന് എത്രയോ ദിവസമുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, നല്ലൊരു ഓണം ആശംസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം എനിക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ സഞ്ചിയൊക്കെ എടുത്ത് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്ദു സ്കൂളിൽ ഓണപ്പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓണപ്പരിപാടിക്ക് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ നമുക്ക് വലിയ റിസ്ക്. പൂക്കൾ ഇപ്പോൾ വൈകുന്നേരം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പോയിട്ടായി പൂക്കളം എടുക്കണ്ടേ. അതുകൊണ്ട് പൂക്കളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂപ്പറൊക്കെ ചെയ്ത സമയത്ത് നമ്മളെ നീയൻ്റെ അല്ലേ എന്നുള്ള ആ സോങ്ങിൻ്റെ ചേട്ടൻ ചെയ്ത സമയത്ത് അതിനകത്തിൻ്റെ ബ്ലൂപ്പറൊക്കെ ഉണ്ടായില്ല. ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിങ്ങോട്ട് എത്തിപ്പെട്ടേക്കുന്നത്. അന്ന് അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പോകുന്നത്. ഇപ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. പോയി നോക്കട്ടെ. ഇവിടെയൊക്കെ മൊത്തം ചളിയൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം മഴയൊക്കെ പെയ്തിട്ട്. അപ്പം ഞങ്ങൾ എല്ലാം അങ്ങോട്ടേക്ക് പോവുകയാണ്. അച്ഛനും മോനും പൂവൊക്കെ പറിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, വഴി കാണുന്ന പൂക്കളൊക്കെ പറിക്കുന്നുണ്ട്. എന്താ ഇഷ്ടംപോലെ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ട്. മഞ്ഞപ്പൂക്കൾ മാത്രമേ ഉള്ളൂ. നന്ദു മഞ്ഞയിൽ പിടിച്ചോ, ടീച്ചറോട് പറ. ടീച്ചറെ ഇതാവശ്യമുണ്ട്. നല്ല കോല ഫുട്ബോൾ കളിച്ചിട്ട് നല്ല പറിച്ചോ നടക്കട്ടെ. ടീച്ചർ എന്തായാലും കാണൂല. ഞാനിപ്പോൾ ഇതിങ്ങനെ പറിക്കുന്ന കാണുമ്പോൾ എനിക്ക് പണ്ട് നമ്മൾ പൂ പറിക്കാൻ പോയ ഓർമ്മ കേട്ടോ. ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഇടലൊക്കെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളെ വീട്ടിൽ പൂക്കളിടുന്നതൊക്കെ അമ്മയും നന്ദുവും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല. പക്ഷേ ഓണത്തിൻ്റെ അന്ന് ഞാൻ പൂക്കളിടും കേട്ടോ. ഓണത്തിൻ്റെ അന്ന് നമ്മൾ തലേ ദിവസം പൂവെല്ലാം പോയി മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കിതുപോലെ ഇത് പറിച്ച് റിസ്ക്കൊക്കെ എടുത്തിട്ട് ഇടാൻ വലിയ മടിയായിട്ട്. അതുകൊണ്ട് ഇപ്പം നന്ദുവിന് ഇത് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നന്ദു പാമ്പുണ്ടെന്നല്ല. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് പരിചയമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. കാരണം അന്ന് നമ്മളെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ നികിയൊക്കെ പാടി നടന്ന സ്ഥലം. ഇപ്പൊക്കെ ഇതുപോലൊരു കാഴ്ചകളെല്ലാം അപൂർവമാണല്ലേ. ഞാനാണെങ്കിലും കേട്ടോ, ഞാനിപ്പോൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടും പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പൂ പറിക്കാനൊക്കെ വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനും ഇതുപോലെ ഒന്നും ഇറങ്ങലൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇപ്പം അപൂർവമാണ്. മക്കൾക്ക് ഇതിനുള്ള സമയമുണ്ടല്ലേ. നമ്മൾ പണ്ടത്തെ ആ ഒരു ഓർമ്മ അല്ലേ. നിങ്ങളെയൊക്കെ ഓണം എങ്ങനെയായിരുന്നു വീപ്പേ? നമ്മളെ ഓണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ പണ്ട് പറഞ്ഞ ഈ സമയത്ത് കാക്കപ്പൂ ഇഷ്ടം പോലെ ഉണ്ടാവും. കാക്കപ്പൂ അല്ലേ. പിന്നെ നമ്മളെ ഈ എന്നാ പറയുന്നത് വെള്ളം കുടിയെന്നെല്ലാം പറഞ്ഞ സംഭവമില്ല. വെള്ളം കുടിയനാ എന്നാ അതിന് പറഞ്ഞ നമ്മൾ പണ്ട് സ്ലൈറ്റ് സ്കൂളിൽ പോകുമ്പോൾ സ്ലൈറ്റ് ഇത് പറിക്കും. ഇന്നില്ല അല്ലേ. ഇത് പറിക്കും ഞാൻ. പിന്നെ നമ്മൾ ഈ സാധനതാ ഇത് താളിന്റെ പൂവാണ്. ചെറുങ്ങനെ വട്ടത്തിൽ കട്ട്. ഇത് നമ്മളെ ചേമ്പിന്റെ അല്ലേ. താളി. അപ്പൊ അതിങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ മഞ്ഞ കളർ ഇഷ്ടം പോലെ മഞ്ഞ കളർ. അപ്പൊ ഇത് ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതിന്റെ ബോർഡറെല്ലാം കളത്തിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. ഇഷ്ടംപോലെ കുറുന്തോട്ടി ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ സംഭവമില്ല. പിന്നെ കാക്കപ്പൂ, ചെറിയ കാക്കപ്പൂ ഉണ്ടാവും. പക്ഷെ ഈ മഞ്ഞപ്പൂവൊക്കെ ഞങ്ങളൊക്കെ പറിക്കുമ്പോ ഇതാണ് കേട്ടോ ഇഷ്ടം പോലെ ഉള്ളത്. പൂവ് സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് അപ്പ ടീച്ചർ പറയുന്ന അപ്പൊക്കെ ഞങ്ങള് ഇത് പറിക്കാനാട്ടോ ഞങ്ങള് പോക്ക് അധികം. ഞങ്ങൾക്ക് അതാ കിട്ടല്. പിന്നെ ഈ പറഞ്ഞ ആ നീലപ്പൂവ് അതൊക്കെ കിട്ടട്ടെ. ഇപ്പൊ പൂവില്ല അല്ലേ. ഇപ്പോൾ എന്താ പറയുക, പൂവിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. എല്ലാവരും പോയിട്ട് പുറത്ത് പോയിട്ട് മേടിക്കും, കൊണ്ടുവന്നിടും. ഇത് കൊണ്ടൊന്നും ആവില്ലല്ലോ. സ്കൂളിലേക്കൊന്നും ആവില്ല. നമ്മളെ വീട്ടിലൊക്കെ കുറച്ചൊക്കെ ഇടാന്നല്ലാണ്ട് അങ്ങനെ ഇത് കൊണ്ടൊന്നും ആവില്ല. നടന്നതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മറ്റേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ചേട്ടായി എടുത്ത് നികിനെ എടുത്ത് പൊക്കി വലിച്ചിടുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ സ്ഥലം. അതുപോലെ എൻ്റെ സോങ്ങൊക്കെ അടിച്ചു കയറിയ സ്ഥലമാണിത്. ഇതിങ്ങനെ കയറി വരുന്നുണ്ട്. ഇതൊക്കെ അവിയപ്പടെ കൂടെ പണിയെടുക്കുന്നവരൊക്കെയാണ് കേട്ടോ. നമ്മളെ വിനോദേട്ടനും പാർട്ടിയൊക്കെയാണ്. കിടക്കുന്നത് ഞങ്ങളെ തോണിയാണ് കേട്ടോ. അത് അവിയപ്പോൾ പണിക്ക് പോയിട്ട് അവിടെ കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറേ എനിക്ക് മറ്റേ ചിലയിലെല്ലാം കമൻറ്റ് വരുത്തുണ്ടേ, വേറെ പണിയൊന്നും ഇല്ലടാ നിനക്ക് പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കലുണ്ടേ. അപ്പോൾ ഞങ്ങൾ പണിക്ക് പോയിട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കണത്. ഞങ്ങളുടെ ജീവിത മാർഗ്ഗമാണ് ആ കിടക്കണത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. കാരണം ഞങ്ങൾ പണി ഇപ്പോൾ കുറച്ച് നിന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരുന്നു. അതിന് ഡിസംബർ അങ്ങോട്ടൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് പണിയൊക്കെ തുടങ്ങുള്ളൂ കേട്ടോ. കൂടുതലും
അതുവരെ ചെറിയ ചെറിയ മലയിളക്കലും ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പണിക്ക് വേണ്ട ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പണിക്ക് പോയിട്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കണത്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് കേട്ടോ. അതിൽ ഞങ്ങൾക്ക് ഒരു കുറവുമില്ല പറയാൻ. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളെ തൊഴിലും. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്നവരോട് ഒന്ന് പറഞ്ഞതാണ്, അല്ലാണ്ട് മറ്റുള്ളവരോടല്ല കേട്ടോ, എന്നെ ഇഷ്ടപ്പെടുന്നവരോടല്ല പറഞ്ഞത്. അങ്ങനത്തെ കമൻസ് വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് ചെറിയൊരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ എല്ലാവരും മിക്ക ആളുകളും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ ഈ ഒരു പ്രകൃതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു രസം തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് തോണിയിലൊരു ട്രിപ്പ് അടിച്ചാലോ. അങ്ങനെ തോണി അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ തോണിയിൽ ട്രിപ്പ് അടിക്കാൻ വേണ്ടി, പക്ഷെ ചാവി എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ചാവിക്ക് വേണ്ടിയിട്ട് നന്ദുവിനെ പറഞ്ഞു വിട്ടേക്കാണ്. എന്താ ഇപ്പം ഒരു ഗൗരവം? അങ്ങനെ വല പിടിക്കുമ്പോൾ നോക്കണം. നമ്മളെ പണിയാകുമ്പോൾ നോക്കണമല്ലോ. തട്ടുന്നില്ല. അതെന്താണത്? പെട്ടെന്ന് വേഗം വല പിടിക്കുന്നുണ്ട്. മീനയക്കുന്നത് കാണുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റിസ്ക് ആണ്, അങ്ങ് ദൂരെയാണ്, കിട്ടുമെന്ന് തോന്നുന്നില്ല. അടുക്കടുക്കെടുക്കുക, ഞാൻ സൂം ചെയ്യാം. അങ്ങ് ഒന്നും കാണുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങളെ കണ്ണിൽ കാണുന്നുണ്ട്, എൻ്റെ കണ്ണിൽ കാണുന്നില്ലല്ലോ. തിമിരൊന്നും പറഞ്ഞ പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പൊ നമ്മ എങ്ങോട്ടാ പോവാൻ പോകുന്നേ? ചിലപ്പോ ഒന്ന് അഴീക്കല് ഭാഗത്തെല്ലാം ഒന്ന് പോയിട്ട് കറങ്ങി ആണെങ്കിൽ നമ്മളെ കപ്പൽ പൊളിക്കുന്നിടക്കെല്ലാം ഒന്ന് പോവാം. പോണെങ്കിൽ എന്താണെന്ന് പോകാന്ന്. നന്ദുവെത്തി അയ്യോ എന്ത് കഴുകണം. എന്റെ മോനെ വലിയ പണിയായി. ഇറങ്ങട്ടെ അമ്മ ഇറങ്ങട്ടെ. ഞാനിപ്പോ വീണത് കിട്ടുകയാണെങ്കിൽ വേഗം പൂ പറിക്കാൻ വന്നതാ. ഇപ്പൊ തോണിയിലേക്കുള്ള യാത്രയാണ്. എവിടെ എത്തുമെന്നൊരു പിടുത്തവും ഇല്ലാന്ന്. എവിടെ ഒടുക്കം എവിടെ ഒരു പിടുത്തവും ഇല്ല. എന്താ പോവാൻ പോവേണ് നമ്മളെ ശ്രീ മഹാലക്ഷ്മി, നമ്മളെ സ്വന്തം തോണി. ഇതിൽ നമ്മൾ കയറിയിട്ട് പോകാൻ പോകണം. നമ്മളെ പണിയെടുക്കുന്ന നമ്മളെ വലയും സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ കിടക്കണേ. ഞങ്ങളിവിടെ സൈഡിലിരിക്കും, മെയിൻ സാധനം അവിടെ ഇരുന്നോട്ടെ. അപ്പം ഞാൻ വിചാരിച്ച് കാല് നനയാണ്ട് അങ്ങോട്ട് കരക്കുന്ന അങ്ങോട്ട് കാലെടുത്ത് തോണിയിലേക്ക് വെക്കാന്നൊക്കെ വിചാരിച്ചെന്ന് കേട്ടോ. എന്തായാലും ഇവരെന്നെ നനച്ചേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ നനയാ, എന്തായാലും കുഴപ്പമില്ല, വെള്ളമല്ലേ, പുഴയല്ലേ, കുഴപ്പമില്ല. വീണ പോലെ ഞാൻ വീഴുമെന്ന് പറയുന്നത് എന്തിന്? അച്ഛൻ പുറത്താണേ, നമ്മ ഒറ്റക്ക് പോയ പണിയാവും. ദൈവമേ വിട്ടളഞ്ഞേക്കല്ല. പിടിക്കുന്നത് നിങ്ങൾക്ക് കയറുന്നില്ലേ? എന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞു ചാവി ഒന്നും എടുക്കണ്ടാന്ന്. നാളെ സ്കൂളിൽ പരിപാടിയല്ലേ, ടീച്ചറോട് ലീവ് വിളിച്ചു പറഞ്ഞ. കേറ് മനുഷ്യ, അതൊക്കെ ഓണാക്കണേ, നോക്കി ഓണാക്കണേ എന്നൊക്കെ ഇവിടെ പ്രാർത്ഥന പോകുന്നുണ്ട് കേട്ടോ. നന്ദൂട്ടന്റെ വണ്ടിയല്ല, ഇത് വഞ്ചിയാണ്. ഞാനന്ന് അടുക്ക തന്നെ ഇരുന്നേക്കണതാ. പൂവൊന്നും സ്കൂളിൽ പോക്കുണ്ടാവില്ല തോന്നട്ടോ. അതാ പൂവിന്റെ ഒരു വകയായി. നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി മാറ്റി പൂവിനുണ്ട്, ചളകുളായി എന്റെ കയ്യിൽ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന്. വണ്ടി പോട്ടെ. ഏകദേശം ഒരു സന്ധ്യയോടെ അടുപ്പിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ സമയം ഇപ്പൊ ഒരു 6:15 ആയിട്ട്. അതാ അടിപൊളി നോക്ക്, നല്ല വ്യൂ ആട്ടാ കിട്ടുന്നത്. വാവ്, എന്ത് ഇങ്ങോട്ടൊക്കെ അച്ഛ അങ്ങോട്ട് പോണ്ട. ഞങ്ങിപ്പോ പോണത് അഴീക്കല് ഭാഗത്തോട്ടാണ് കേട്ടോ. അല്ലേ അതിപ്പോ അഴീക്കലല്ലേന്ന്? അഴീക്കൽ പോകുന്നില്ലേ? ഇങ്ങല്ലേ അഴീക്കൽ പോന്ന് പറഞ്ഞത് അമ്മേ. അതാ ഒരു മഴക്കാരൊക്കെ നല്ല മഴക്കാരുണ്ട് കേട്ടാ. ഓ എന്റെ അമ്മേ, ആരോഗ്യം ഇതങ്ങാൻ പെയ്താ നമ്മൾ നടുക്കടലിൽ എന്ന് പറഞ്ഞ പോലെ ആയി. കടലല്ല കേട്ടോ, ഇത് അഴിയാന്ന്. വാവ്, അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി, സൂപ്പർ. ഇവിടെ ഇരുന്ന് അന്തോ ഒറ്റക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. ധൈര്യത്തിനാന്ന് തോന്നിരുന്ന് പറയുന്നുണ്ടാ. പേടിച്ചാ നമുക്ക് ഈ നല്ല പനിയൊക്കെ വരുമ്പോ, നല്ല പനിയൊക്കെ വരുമ്പോ അത്തപ്പുത്തെല്ലാം പറയൂലേ, ഇച്ചിപ്പേലും പറയൂലേ, അതുപോലെ ഇരുന്ന് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടാ. ചെയ്യാനാ
വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അവിയപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ നമ്മളിതുപോലെ തോണിയിലൊക്കെ കൊണ്ടുപോയിട്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വരാൻ പറ്റിയത് കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ അളക്കലല്ലേ വല അല്ലേ? ഇവിടെയാണ് കേട്ടോ അവിയപ്പെല്ലാം സ്ഥിരം വന്ന് പണിയെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ എല്ലാം. അതുകൊണ്ട് ഇവർക്ക് ഇത് നല്ല പരിചയമാണ്. നമ്മൾ വല്ലപ്പോഴൊക്കെ അതിന് അങ്ങോട്ടൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. വാ ഇത് രസാന്നല്ലേ കാണാൻ വേണ്ടിട്ട്. നമ്മളെ നല്ല അതിമനോഹരമായ നാടാണ് കേട്ടാ. ഇവിടുന്ന് ഞങ്ങക്ക് അയിലയൊക്കെ കിട്ടലിട്ടാ. അഴിയായോണ്ടാണ് അയിലയൊക്കെ കിട്ടും. അയില കിട്ടുമ്പോ നമ്മള് പുഴയെന്നെങ്ങനെ അയില കിട്ടുന്നത്? ഇത് അഴിയായോണ്ടാണ് നമുക്ക് അയില കിട്ടുന്നത്. ഞാൻ അന്നേ കുറെ ആൾക്കാരോട് പറഞ്ഞു. വരുന്നുണ്ട് വലിയ തടിയാണ്. എടാ നിന്റെ അച്ഛനും അമ്മയും ഇല്ലടാ ഇവിടെ, നീ എന്തിനാണ് ഇങ്ങനെ മേടിക്കുന്നത്? നല്ലൊരു മഴക്കാര് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് നേരെ തിരിച്ചിട്ടാ ഉള്ളത്. കരക്കോട്ട് പോവാണ് ഇപ്പൊ. അങ്ങനെ ഞങ്ങളുടെ യാത്ര കര പിടിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് ഇത്രയും നല്ലൊരു യാത്ര തന്നതിന് എന്റെ പ്രിയ ഭർത്താവിന് എനക്കും. റോക്കറ്റ് പോണതാണല്ലേ? റോക്കറ്റ് പോകുന്നത് നേരെ അപ്പുറം നമ്മളെ ചന്ദ്രനും ഉണ്ട്. ചന്ദനമണി സൂര്യൻ പൊന്നുലയലിയാടി. അപ്പൊ ഇന്നത്തെ സായാഹ്നം നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. വൈകുന്നേരം പൊളിച്ച് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പൊ പൂക്കളൊക്കെ എവിടെയാണ് എന്തോ. അപ്പോൾ അതാ നല്ല മഴക്കാർ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്ന് ഞങ്ങൾക്ക് നേരെ വന്ന് പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ എന്തായാലും ഞങ്ങളെ വീട് പിടിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ നന്ദു ഇതാ ഒരു ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് ഇനി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.